ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഇത് സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. നിങ്ങളുടെ ഒരു ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിവേ, വെൽക്കം സൂര്യ. ഇരിക്കെ. എന്താ ഭാവന, കല്യാണത്തിന് വരാൻ പറ്റാത്തോണ്ടാണ് ഇപ്പൊ വന്നത്? അച്ഛന് ഭാവനേച്ചി അറിയൂ? പിന്നെ അറിയാതെ, ഇതെന്റെ ചേച്ചിയുടെ മോളല്ലേ? അല്ല, നിനക്കെങ്ങനെ ഭാവന അറിയാം? അച്ഛാ, അങ്കിളെ, സത്യത്തില് എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. ജയേഷ് അങ്കിളിന്റെ മകനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഭാവന. ഇവനെ നിനക്കെങ്ങനെ അറിയാം? അങ്കിളെ, ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തില് ജയേഷിന് എന്റെ സഹോദരി ഭാനുവിനെ രക്ഷിക്കേണ്ടി വന്നു. ജയേഷ് ചെയ്തത് വലിയൊരു കാര്യം. അതുകൊണ്ട് ജയേഷിനെ കണ്ടൊരു താങ്ക്സ് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അല്ല, ശരിക്കും പറഞ്ഞാ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനൊരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ജീവിതം ഇങ്ങനെയൊക്കെ ആണല്ലോ സൂര്യ. എന്തായാലും നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. അല്ല, അങ്കിളിന്റെ മോളും ഹസ്ബൻഡും അവര് കല്യാണത്തിന് പിറ്റേന്ന് തന്നെ ബഹ്റിനിലേക്ക് പോയി. മോളും മരുമോനും ബഹ്റിനിലെ ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരാഴ്ചത്തെ ലീവേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവര് പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാ ഈ വിവാഹത്തിന് തയ്യാറായത്. അത് നന്നായി അങ്കിൾ. അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെയും സന്തോഷം. ഇപ്പോ അറേഞ്ച് മാരേജ് കുറഞ്ഞു വരികയല്ലേ? അതെ. പിന്നെ നിങ്ങളുടെ കാര്യം എനിക്കറിയാം. ചേച്ചിയും ഞാനും തമ്മിലുള്ള പിണക്കം തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ കല്യാണം വിളിക്കാൻ വന്നത്. പക്ഷേ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ചേച്ചിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അല്ല, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങളെ. വർഷങ്ങൾ കഴിഞ്ഞില്ലേ? വർഷങ്ങൾ കഴിഞ്ഞാലും തേച്ചാലും മായ്ച്ചാലും പോകാത്ത ചില സത്യങ്ങളുണ്ട് സൂര്യ. അതിലൊന്നാണ് രക്തബന്ധം. അതിന്റെ തെളിവാണ് ഞാനും ചേച്ചിയും. ഇല്ലെങ്കിൽ ചേച്ചിയെ തേടി ഞാൻ വരില്ലല്ലോ. ചേച്ചി വിവാഹത്തോടെ ശരിക്കും ഒറ്റപ്പെട്ട് പോയി കാണും. അതിന്റെ ദേഷ്യ ഇപ്പോഴും എന്നോട് കാണിക്കുന്നത്. അതൊക്കെ മാറും അങ്കിൾ. ഇതിപ്പോ ആന്റിക്ക് അങ്കിളിനെ പെട്ടെന്ന് കണ്ട ഷോക്കിൽ സംഭവിച്ചതാ. എന്നാലും ഇത് വല്ലാത്തൊരു ട്വിസ്റ്റ് തന്നെയാണ് അച്ഛാ. കല്യാണം വിളിക്കാൻ പോയപ്പോ ഞാൻ ശരിക്കും നിന്നോട് പറയാതിരുന്നതാ. അല്ല, വീട്ടിൽ വന്ന് നന്ദി പറയാൻ മാത്രം ഇവനത്ര മഹാകാര്യമാണോ ചെയ്തത്? അതെ അതെ അങ്കിൾ. ഇന്നത്തെ കാലത്ത് ജയേഷിനെ പോലെയുള്ള ചെറുപ്പക്കാരെ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യം. ഇവന്റെ മുമ്പിൽ വെച്ചേ ഇങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. ഇനിയേ ഇവൻ നിലത്തൊന്നും ആയിരിക്കില്ല. ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞോ. ജയേഷ്, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. സൂര്യ, ജയേഷ്, എനിക്കിപ്പോ എന്താ നിന്നോട് പറയണ്ടേന്ന് അറിയില്ല. എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചിയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. ചിലപ്പോ ദൈവത്തിന്റെ തീരുമാനമായിരിക്കും ഭാനുവിനെ ഞാൻ പരിചയപ്പെട്ടതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ചേച്ചിയോട് പറഞ്ഞു തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഭാനുവിനെ എനിക്കിഷ്ടമാണ്. ഭാനുവിനും എന്നെ ഇഷ്ടം തന്നെയാണ്.
പക്ഷേ അവൾ അതിനേക്കാളും പഠിത്തത്തെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഞാൻ അവളെ അങ്ങനെയാ വളർത്തിയത് ജയേഷ്. ചേച്ചിക്കൊരു ടെൻഷനും വേണ്ട ചേച്ചി. ഭാനുവിനെ ഞാൻ തന്നെ വിവാഹം കഴിക്കും. ഭാനു പ്രത്യേകിച്ച് എന്തെങ്കിലും ചേച്ചിയോട് പറഞ്ഞോ? അവൾക്കും ജയേഷിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെ. ചായ. ഭാവന എവിടെ പോയി? ജയേഷിനോട് സംസാരിക്കുക. സൂര്യ ഇരിക്കെ. സ്റ്റേറ്റ്മെന്റ് റെഡിയാക്കിയിട്ട് എനിക്ക് ഫാക്സ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. മോഹനേട്ടാ, ഭാവന എന്താ ജയേഷിനെ വിളിച്ചിട്ട് പോയി സംസാരിക്കുന്നേ? അതെന്തെങ്കിലും പറയാൻ വേണ്ടിയായിരിക്കും. അതെന്താ ഇവിടെ വെച്ച് പറയാൻ പാടില്ലേ? നീ വെറുതെ നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ട, അവർ സംസാരിക്കട്ടെ. അല്ല, ആ സംസാരത്തിന്റെ ഭാവം കാണുമ്പോ എന്തോ സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നിന്റെ തോന്നല. അവൻ ഇന്നലെ ഭാവനയുടെ സഹോദരിയെ രക്ഷിച്ചോണ്ട് വന്ന കാര്യമായിരിക്കും സംസാരിക്കുന്നത്. നീ വന്നേ, വാ. സൈറ്റിൽ നിന്ന് വിളിച്ചതാ. അങ്കിൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു ബിൽഡറാ. ഓ, ഭാവനയുടെ ജയേഷിനോട് സംസാരിക്കുക. ഓ, ഭാവനേച്ചി അച്ഛനോടും അമ്മയോടൊന്ന് സംസാരിക്കണം. അതിപ്പോ വേണ്ട ജയേഷ്. ഞാനൊന്ന് സൂര്യമായിട്ട് ആലോചിച്ചിട്ട് വരാം. അല്ലാതെ പെട്ടെന്ന് പറയുമ്പോ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞതാന്നേ അവര് വിചാരിക്കും. എന്നാ പിന്നെ ചേച്ചിയുടെ ഇഷ്ടം. ഇന്നലെ ഭാനുവിന് ഫുഡ് പോയ്സൺ ആയപ്പോ ജയേഷ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കായിരുന്നു. അതിനെന്താ? ഭാവന ചായ കുടിക്കും. സൂര്യ, സൂര്യയുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. എന്നാ അങ്കിളെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. ഉറപ്പായിട്ടും. ഓക്കെ, ശരി. ജയേഷേ, എന്താണ് നിന്നോട് ഭാവന രഹസ്യമായിട്ട് പറഞ്ഞേ? അത് അന്നത്തെ കാര്യമായിരുന്നു. എവിടെ വന്നാ ഞങ്ങള് ഫുഡ് കഴിച്ചത് ചോദിച്ചാ? അത് നിന്നെ മാറ്റി നിർത്തി സംസാരിക്കണോ? ഇവിടെ ഇരുന്ന് ചോദിച്ചാ പോരെ? തുടങ്ങി. അച്ഛാ, ഈ അമ്മയ്ക്ക് എന്താ അച്ഛാ? അച്ഛൻ തന്നെ പറഞ്ഞു കൊടുക്ക്. കണ്ണ മോഹനേട്ട് അവൻ പറഞ്ഞിട്ട് പോയേ? വിട്ടേക്കടി. സൂര്യ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനൊന്നും ആവില്ല. ഇല്ല ഭാവന, എനിക്കെന്തോ തന്റെ അങ്കിളിന്റെ പെരുമാറ്റത്തിൽ നല്ല സംശയമുണ്ട്. അല്ലാതെ ഇതൊരു നിമിത്തമായിട്ടോ ദൈവനിശ്ചയമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതിനാ നമ്മൾ ദൈവത്തിന്റെ തീരുമാനം എന്നൊക്കെ പറയുന്നത്. സൂര്യ എങ്ങനെ പറഞ്ഞു എന്നെ കൂടി കൺഫ്യൂസ്ഡ് ആക്കുമോ? ഭാനുവും ജയേഷും തമ്മിൽ കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും ചിലപ്പോൾ ഒരു നിമിത്തമാവാം. പക്ഷെ തന്റെ അങ്കിള് കല്യാണം വിളിക്കാൻ വന്നത് അവിചാരിതമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഭാവന. ലക്ഷണം കണ്ടിട്ട് അയാളൊരു പഠിച്ച കള്ളനായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം സൂര്യ, വെറുതെ ഓരോന്ന് ഊഹിച്ചിട്ട് വട്ടാവണ്ടല്ലോ.
തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതൊക്കെ ഇതുപോലുള്ള തലവേദനകളും കുരുക്കുകളുമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏയ് ഇതൊരിക്കലും അങ്ങനെയൊന്നും ആവില്ല സൂര്യ. നമുക്ക് നോക്കാലോ. ജയേഷിനോട് സംസാരിച്ചപ്പോൾ അവനെന്ത് പറഞ്ഞു? അവന് ഭാനുവിനെ ഇഷ്ടമാണ്. പക്ഷേ ഭാനു പഠിത്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അവൻ പറഞ്ഞു. അവള് മിടിക്കുക. പക്ഷെ പെൺകുട്ടികൾ എത്ര മിടിക്കുകളായിട്ട് പഠിച്ചാലും ഇതുപോലുള്ള ചില സുഹൃത്തുക്കള് പഠിക്കാൻ സമ്മതിക്കാതെ പൂട്ടിക്കളയും ഭാവന. അങ്ങനെയുള്ള ന്യൂസാ ദിവസം നമ്മൾ കേൾക്കുന്നത്. ആ ഒരു പേടി എനിക്കും ഉണ്ടായിരുന്നു സൂര്യ. പക്ഷെ ജയേഷിനോട് സംസാരിച്ചപ്പോൾ എനിക്കതങ്ങ് മാറി. ഞാൻ അപ്പം തന്നെ അങ്കിളിനോട് സംസാരിക്കാനാ ജയേഷ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട, സൂര്യയായിട്ട് ആലോചിച്ചിട്ട് വരാമെന്ന്. ഭാനുവിനോട് സംസാരിച്ചിട്ട് മതി ഭാവന. അവളുടെ അഭിപ്രായം ഇവിടെ പ്രധാനം. അതെ സൂര്യ. ഇങ്ങനൊരു സംഭവം നടന്ന സാഹചര്യത്തെ നമ്മൾ ഗൗരവമായിട്ട് കണ്ടില്ലെങ്കിൽ ചിലപ്പോ പിന്നീട് ദുഃഖിക്കേണ്ടി വന്നാലോ.